നീണ്ട 27 വർഷങ്ങളോളം ക്രൈസ്തവ സേവനത്തിന്റെയും സ്നേഹത്തിന്റെയും കൊടിക്കൂറ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരളത്തിന്റെ വിദ്യാഭ്യാസ മണ്ഡലത്തിൽ പ്രശോഭിച്ച പള്ളുരുത്തി സെന്റ് റീത്താസ് സ്കൂൾ വിവാദങ്ങളുടെ ചുഴികളിലേക്ക് എടുത്തെറിയപ്പെട്ടത് ചില അധിനിവേശ ശക്തികളുടെ ഗൂഢാലോചനയുടെ പരിണത ഫലമായിട്ടായിരുന്നു. കോടതി വിധിയുടെ മാനദണ്ഡത്തിൽ സ്കൂൾ നിയമങ്ങൾ ക്രമീകരിച്ചിട്ടും എല്ലാ വിദ്യാർത്ഥികളെയും തുല്യരാക്കുന്ന യൂണിഫോമിന്റെ മൂല്യങ്ങളെ മറികടന്നുകൊണ്ട് ഒരു കുട്ടി മാത്രം മതവസ്ത്രങ്ങൾ ധരിക്കണമെന്ന് ശഠിച്ചത് മതേതര നീതിയാണെന്നും യൂണിഫോമിൽ അധിഷ്ഠിതമായ വിദ്യാർത്ഥികളുടെ തുല്യതയ്ക്ക് വേണ്ടി വാദിച്ച് സ്കൂൾ അധികൃതർ ഇസ്ലാം മത നിഷേധികളും മതേതര വിരോധികളുമാണെന്നുള്ള തലതിരിഞ്ഞ വാദഗതികൾ ഉയർത്തിക്കൊണ്ട് വർഗീയ കോമരങ്ങൾ ഉറഞ്ഞു തുള്ളിയപ്പോൾ കേരളത്തിലെ ഭരണപക്ഷവും പ്രതിപക്ഷവും അവർക്ക് താളമിടുകയായിരുന്നു. പിതാമഹന്മാർ ദർശനത്തോടെ പടുത്തുയർത്തിയ ക്രൈസ്തവ സ്ഥാപനങ്ങളുടെ സംരക്ഷണത്തിനായി ഷെക്കേനയടക്കം ചുരുക്കം ചില മാധ്യമങ്ങൾ ശക്തമായി നിലപാടെടുത്തപ്പോൾ ഹീനമായ പരിഹാസങ്ങളുടെ നടുവിലും സർവശക്തനായ ദൈവത്തിന്റെ നീതിക്കായി പ്രാർത്ഥനയോടെ കാത്തിരുന്ന സിസ്റ്റർമാരുടെ മുമ്പിലേക്ക് ദൈവം നീതിയുടെ ശബ്ദം കേൾപ്പിച്ചിരിക്കുകയാണ്. സെന്റ് റീത്താസിലേതുപോലെ മറ്റൊരു കോൺവെന്റ് സ്കൂളിൽ മദേഴ്സിന്റെയും സിസ്റ്റേഴ്സിന്റെയും ശിക്ഷണത്തിൽ അച്ചടക്കത്തോടെ പഠിച്ചിറങ്ങിയ ഒരു വിദ്യാർത്ഥി തൻ്റെ സ്കൂൾ ദിനങ്ങളെല്ലാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലാണ് തുടങ്ങിയതെന്നും അതിനാൽ സിസ്റ്റർമാർ ചെയ്യുന്ന സേവനം തനിക്ക് അറിയാമെന്നും പറഞ്ഞുകൊണ്ട് നീതിയുടെ കാവലാളായി വന്ന് കന്യാസ്ത്രീകൾ അനുഭവിച്ച സഹനങ്ങൾക്കും ആത്മസംഘർഷങ്ങൾക്കും പരിഹാസങ്ങൾക്കും തങ്ങളെക്കുറിച്ച് കളവായി പറഞ്ഞ അപവാദങ്ങൾക്കും നീതിവിധി പ്രസ്താവം നടത്തിയിരിക്കുകയാണ്. ഭരണ പ്രതിപക്ഷങ്ങളും മുഖ്യധാരാ മാധ്യമങ്ങളും ഇസ്ലാമിക സംഘടനകളും വകുപ്പ് മന്ത്രിയുമെല്ലാം ക്രൂരമായി വേട്ടയാടിയപ്പോൾ സിസ്റ്റേഴ്സ് കർത്താവിൽ ശരണപ്പെട്ട് അതിനെ മറികടക്കുകയായിരുന്നു. വ്യാപകമായ സൈബർ ആക്രമണവും തെറ്റായ വാർത്തകളുടെ പ്രചാരണവും സ്കൂളിന് സന്യസ്തരായ പ്രിൻസിപ്പാളിനും സ്കൂളിന്റെ അഭിഭാഷകയ്ക്കെതിരെയും ഉണ്ടായിരുന്നു. വ്യാജ വാർത്തകൾ നൽകി രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായി ഇത്തരം വിവാദങ്ങൾ ഉപയോഗിക്കരുതെന്നും സൈബർ ആക്രമണങ്ങൾ അനുവദിക്കരുതെന്നും കോടതി പറഞ്ഞു വെച്ചു. 64 രാജ്യങ്ങളിൽ പരം സാന്നിധ്യമുള്ള അഗസ്റ്റീനിയൻ സന്യാസ സമൂഹമാണ് തങ്ങളുടേതെന്നും അന്താരാഷ്ട്ര നിലവാരത്തിലാണ് യൂണിഫോം കോഡ് നിശ്ചയിച്ചതെന്നും ഹിജാബ് 20-ന് മുകളിൽ രാജ്യങ്ങളിൽ അടുത്ത കാലത്ത് നിരോധിച്ചിരുന്നുവെന്നും ആയതിനാൽ സെക്കുലറായി വളരുക എന്നുള്ളതായിരുന്നു വിദ്യാർത്ഥികളെ കുറിച്ചുള്ള ദർശനമെന്നും സ്കൂൾ മാനേജ്മെന്റ് കോടതിയിൽ ബോധിപ്പിച്ചു. ഹിജാബ് നിരോധിച്ച രാജ്യങ്ങളുടെ പട്ടികയും കോടതിക്ക് നൽകിയിരുന്നു. കോടതിയുടെ മുൻ നടപടികളെ കുറിച്ചുള്ള വാർത്ത വളച്ചൊടിച്ചത് കോടതി അലക്ഷ്യമാണ് എന്ന് വാദമുയർത്തി വാർത്തകൾ വളച്ചൊടിച്ച മാധ്യമങ്ങളുടെ ലിസ്റ്റും വ്യാജ വാർത്തകളും സിസ്റ്റേഴ്സ് കോടതിയിൽ സമർപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ കേസ് പരിഗണനയ്ക്ക് എടുത്തപ്പോൾ തന്നെ സർക്കാർ വക്കീൽ തങ്ങളുടെ മുൻ നിലപാടുകളിൽ നിന്ന് പിന്മാറാനുള്ള സന്നദ്ധത അറിയിച്ചു. ഇല്ലെങ്കിൽ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന നിയമബോധമുള്ള അദ്ദേഹത്തിന് ഉറപ്പായിരുന്നു. ഒരു വിദ്യാർത്ഥിനി സ്കൂളിൽ നിന്ന് മാറിപ്പോകുന്നതിൽ വിഷമം ഉണ്ടെങ്കിലും അവരുടെ തീരുമാനത്തെ മാനിക്കുന്നു. കോടതി ഇടപെടലിൽ ഈ പ്രശ്നം പരിഹരിക്കാനായതിൽ ആശ്വാസം ഉണ്ടെന്നുമായിരുന്നു സ്കൂൾ മാനേജ്മെന്റിന്റെ പ്രതികരണം. കഴിഞ്ഞ ദിനങ്ങളിൽ കോടതി പറഞ്ഞത് എന്താണെന്ന് മനസ്സിലാകാതെ സ്കൂളിന് തിരിച്ചടിയെന്ന് ഘോരഘോരം കഥയിറക്കിയ മാധ്യമങ്ങൾ ഇന്നത്തെ വിധി കേട്ട് മിണ്ടാണ്ടടങ്ങിപ്പോകുകയായിരുന്നു. CBSE സിലബസ് പിന്തുടരുന്ന ഒരു അൺഎയ്ഡഡ് സ്കൂളിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ നോട്ടീസ് അയക്കാൻ സംസ്ഥാന സർക്കാരിന്റെ വിദ്യാഭ്യാസ വകുപ്പിന് അധികാരമുണ്ടോ എന്ന് ചോദിച്ച കോടതിയോട് പഠിച്ചു പറയാൻ സാവകാശം ചോദിച്ച സ്റ്റേറ്റ് അറ്റോർണി ഇന്ന് അഭ്യർത്ഥിച്ചത് വിഷയം ഇനിയും വഷളാക്കരുതെന്നായിരുന്നു. വോട്ട് ബാങ്ക് ദൗർബല്യത്തിൽ കുടുങ്ങി പെട്ടുപോയെങ്കിലും സർക്കാരിന് രക്ഷിച്ചെടുത്ത കോടതി സാമൂഹ്യ അന്തരീക്ഷം മോശമാവാതിരിക്കുവാനുള്ള തികഞ്ഞ ജാഗ്രതയോടെ സ്കൂളിന്റെ നിയമമായ യൂണിഫോം ധരിച്ച് മാത്രമേ കുട്ടിയെ പഠിപ്പിക്കൂ എന്ന സ്കൂളിന്റെ നിലപാട് വിജയിച്ചതോടെ ഫയൽ ക്ലോസ് ചെയ്യുകയായിരുന്നു. എങ്ങനെ നോക്കിയാലും ഇത് സർവശക്തനായ ദൈവത്തിന്റെ നീതിയുടെ വിജയം തന്നെയാണ്. ബലവാനും ബലഹീനനും തമ്മിൽ ഒന്നുണ്ടാകുമ്പോൾ ബലഹീനനു വേണ്ടി തുണ നിൽക്കുന്ന ദൈവത്തിന്റെ നീതിയുടെ വിജയം.